ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. നമ്മുടെ പ്രിയപ്പെട്ട ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് തോന്നി കാണും, നമ്മുടെ ഗ്രാനി തള്ളയുടെയും തന്തയുടെയും വീഡിയോ ആണ് ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മളിന്ന് ഇട്ട് കളിക്കാൻ പോകുന്നത് തന്തേനെ വെച്ചാണ് ഗൈസ്. നമ്മുടെ അപ്പാവനെ വെച്ചാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഗ്രാനീനെ ഇട്ട് കളിക്കുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബോത്ത് വേണ്ട ഗൈസ്. ഈ ഗ്രാൻഡ് പപ്പാപ്പൻ അപ്പാപ്പൻ ഓക്കെ. നമുക്ക് ഈസി കൊടുക്കും ഗൈസ്. ക്വാളിറ്റി മീഡിയം മതി. ഓക്കെ ഗൈസ്, അപ്പാപ്പനായിട്ട് കളിക്കുന്ന വെച്ചാൽ നമ്മൾ ഗ്രാനി തള്ളനായിട്ട് കളിക്കുവാണെങ്കിൽ നമ്മൾ എവിടെ ഒരു സൗണ്ട് ഉണ്ടായാലും അപ്പം ടീമറ്റപ്പോൾ ഹൈഡാസി എന്ന് ഓടി വരും, മിന്നൽ പോലെ പറന്ന് വരും. അപ്പാപ്പനെ കുഴപ്പമില്ല, ചെവി ആക്കാത്തതുകൊണ്ട് പിന്നെ സീനില്ല. അയ്യോ ശരിക്കും പറഞ്ഞാൽ ഗ്രാനി 3 പക്ഷെ നമ്മൾ ഗ്രാനിയിലിട്ട് കളിക്കുന്നത് നല്ലത്. സൗണ്ട് കേട്ടായാലും കുഴപ്പമില്ല. അപ്പാപ്പനാണ് നമ്മളെ മൂക്കാമണ്ടി അടിച്ച് നമ്മൾ ടക്കോ 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 എന്ന് പറഞ്ഞ് പൊട്ടിക്കും. അപ്പാപ്പൻ മിക്കവാറും അപ്പാപ്പ ഞാനിവിടെ ഉണ്ട്, അമ്മ അപ്പാപ്പൻ പിടിച്ച് ഓടിക്കൂ. അപ്പാപ്പൻ നമ്മളിങ്ങനെ പിടി കൊടുക്കുന്ന അത്യാവശ്യം നല്ലതാണ് കേസ്. ഇത് സ്ലോ തന്നെയാണോ? അപ്പാപ്പ മൂട്ടി റോക്കറ്റ് ഇട്ടോലെ പറന്ന് വരുന്നുണ്ടേ. ഇതൊരു ഡസ്റ്റ് ഡേപ്പേ ഉള്ളു. ഇവിടെ വാങ്ങാണ്ടില്ലെന്ന് തോന്നുന്നു കേസ്. നമ്മളെ അപ്പാപ്പനായിട്ട് വട്ടം കിടക്കുന്നല്ലാതെ വേറൊരു ഇതുമില്ല. അപ്പാപ്പ ഇവിടെ നമുക്കിപ്പോൾ നൈസായിട്ട് ബോട്ടിക്ക് എടുത്ത ക്നാപ്പിൽ ഓ ഇപ്പോൾ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ബോട്ടിങ് കൊണ്ട് വന്നിരിക്കുന്നു. വേർ ഇസ് അപ്പാപ്പൻ? ഗൈസ്, നമുക്ക് അപ്പാപ്പനെ മുടിപ്പിക്കാനായിട്ടൊരു വഴിയുള്ളൂ ഗൈസ്. അപ്പാപ്പൻ മിക്കവാറും മണ്ടയ്ക്ക് ഡാൻസ് കളിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇല്ല സാർ, എപ്പോഴും ഡാൻസ് കളിക്കുന്നില്ല പറയുന്നത്. അമ്മയെ ഗൈസ്, അപ്പാപ്പൻ തന്നെ വരുന്നുണ്ട് ഗൈസ്. മൂട്ടി റോക്കറ്റ് വിട്ടോലെ പറന്ന് വരുന്നുണ്ട്. അപ്പാപ്പ ഞാനിവിടെ ഉണ്ട്. എടാ കിളവാ, എടാ നശിച്ച കിളവ, ഇന്നോട്ട് വാ കിളവാ. അപ്പാപ്പൻ്റെ പുറകെ പോകുന്നില്ല. പുറകെ പോകാൻ എൻ്റെ ആരും തീരുമാനമാവും. കിളവൻ ആ മൂലക്കോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ക്രോബാർ ഇവിടുന്ന് നമുക്ക് കിട്ടും. കൂടുതൽ സാധ്യത ഇവിടുന്ന് ക്രോബാർ കിട്ടും നമുക്ക്. ഓക്കെ നമുക്ക് അങ്ങനെ വെപ്പൺ ഗെയിം കളിക്കണം ഗൈസ്. അമ്മമ്മേൻ്റെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി സ്പാറ്റ്ലോക്ക് അപ്പാപ്പാ കൂയ് ഗ്രാനി ഓട്ടാൻ കണ്ടില്ല നമ്മളെ. കണ്ട് കരിനാക്ക് ഗൈസ്, നമ്മുടെ കരിനാക്ക്. അപ്പാപ്പനെ ഇട്ട് വിട്ടം കളിപ്പിക്കാം. അപ്പാപ്പ ബുദ്ധി വന്ന്, അപ്പാപ്പനെ ബുദ്ധി വന്ന് ഓടിക്കൂ. നമ്മളെ അപ്പാപ്പനെ വിട്ട് നല്ലപോലെ വട്ടം കളിപ്പിച്ച് നമ്മൾ ഈ മൂലത്തിലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പം മിക്കവാറും ഇപ്പറേ സൈഡ് വരും ഗൈസ്. ഐ സി യു ഓണോ, എന്നിട്ട് വേ പോടാ പട്ടി. നമുക്ക് ഇവിടെ നോടാം ഗൈസ്. നമുക്ക് ക്രോബാറും വെച്ച്
ഇവിടെ കിളവൻ അന്നോട്ട് പോട്ടെ. താഴോട്ട് പോകുമ്പോൾ നമുക്ക് കേൾക്കാം ഗൈസ്. താഴോട്ട് പോടോ കിളവ, താഴോട്ട് പോടാ നീ. ഗൈസ് നമ്മുടെ മാമൻ താഴോട്ട് പോയിട്ടുണ്ട്. ഗൈസ് ഉള്ള മുടിഞ്ഞ സാധനം വേണ്ടി മാത്രമാണ് ഗൈസ് അടുത്ത സംഭവം. ഗൈസ് എങ്ങനെയെങ്കിലും ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പേടിയും വേണ്ട ഗൈസ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലേ, പിന്നെ നമ്മൾ അപ്പാപ്പനിട്ട് നമ്മൾ പൂശും. അപ്പാപ്പ ഞാൻ വരുന്നുണ്ട്. അപ്പാപ്പൻ്റെ കൊച്ചുമോൻ വരുന്നുണ്ട്. അപ്പാപ്പ നമുക്ക് ഡാൻസ് കളിക്കണ്ടേ? ഞങ്ങൾക്കടുത്ത ഡാൻസ് കളിക്കണ്ടേ? അപ്പാപ്പൻ പറഞ്ഞാൽ മതി, ഞാൻ DJ പാട്ടിട്ട് തരാം. അപ്പാപ്പോയ് അപ്പാപ്പ. എടാ കിളവൻ ഏത് കാട്ടിൽ പോയി കിടക്കുക? നമുക്ക് ഈ സൈഡ് 2 സൈഡായിട്ട് നോക്കിയിരിക്കും ഗൈസ്. അങ്ങോട്ട് പോകുന്നത് കാരണം എനിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. എവിടെ നശിച്ച കളവ താൻ എവിടെ നിന്നായി വരുന്നേ? ഒന്നും മണ്ടക്കൂടി വരുപ്പാ, ഒരു കൊച്ചു പണി തരാനല്ലേ. അപ്പാപ്പൻ്റെ മോനെ വിളിക്കുന്നേ, വന്നേ ഇന്നോട്ട്. അല്ല, അപ്പാപ്പൻ്റെ കൊച്ചുമോനെ വിളിക്കുന്നേ, വന്നേ ഇന്നോട്ട് വാ മരയ്ക്ക് വന്നേ. അപ്പാപ്പൻ്റെ കൊച്ചുമോൻ പറഞ്ഞാൽ കേൾക്കത്തില്ലേ? ഇവിടെ നശിച്ച കളവ മുടിയാനായിട്ടൊന്ന് വാ ഇന്നോട്ട്. തന്നെ ഡാൻസ് കളിപ്പിക്കാനല്ലേ വിളിക്കുന്നേ? ഈ കഴിവില്ലാത്ത കഴിവേറി ഇന്നെങ്ങാനും വരത്തില്ലേ? നമുക്കിവിടെ കിടന്ന് വട്ടം കറങ്ങാം ഗേസ്. ഈ അപ്പാപ്പൻ CCTV റൂമിലുണ്ട് ഗേസ്. മിക്കവാറും താഴെ ആയിരിക്കും ഗേസ്, കാരണം മണ്ടയ്ക്ക് ഇറത്തുന്ന ചാൻസ് ഇല്ല. ഇവിടെ നിന്ന് ആരാ ഗേസ് പിന്നെ ഇപ്പം പിയാനോ വായിച്ചത്? സൗണ്ട് കേട്ടോ, ടൺ 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 ഇങ്ങനെ സൗണ്ട്. അത് മറ്റേ പിയാനോയുടെ സൗണ്ടാണ് അത് ശരിക്കും. മിക്കവാറും അപ്പാപ്പൻ അങ്ങനെ താഴെ കാണും, അല്ലെങ്കിൽ പിയാനോ തന്നെ കാറ്റൊന്നും വായിക്കത്തില്ലേ. അപ്പാപ്പൻ എല്ലാ സൂക്കരും ഉണ്ട്. ഇതൊക്കെ ഡാൻസ് കളിക്കും. നമുക്ക് ഈ പാട്ടിട്ട് നോക്കാം ഗൈസ്, മിക്കവാറും അപ്പാപ്പൻ വരും. ഇനിയെങ്കിലും താൻ പാടുമോ? അല്ല ഗൈസ്, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഈ അപ്പാപ്പന് ചെവി കേൾക്കത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ അപ്പാപ്പൻ ഈ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്? എങ്ങനാ? ഈ കാട്ടാളെ ഞാൻ കുറേ നേരമായിട്ട് കാണുന്നുമില്ല. വാഴ. ആഹാ, ഇതാരായി നിൽക്കുന്നേ? ആ തകർതാളം, നല്ല തകർതാളം. അപ്പാപ്പൻ ഡാൻസ് കളിച്ച് ഗൈസ്, നമുക്ക് സന്തോഷിക്കണം. അപ്പാപ്പൻ ഡാൻസ് കളിച്ചേ. അപ്പാപ്പൻ 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 ഗൈസ്. നമ്മൾ ഈ റൂം തുറന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് എസ്കേപ്പിങ്ങിലെ ഡോർ ഹാൻഡിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഡോർ ഹാൻഡിൽ ഡോറിൻ്റെ ഹാൻഡിൽ ഡോറിൻ്റെ ഹാൻഡിൽ. ഇവിടെ അടുത്ത് നമുക്ക് വേഗം പോയി നമുക്ക് മണ്ടൊക്കെ എത്തിക്കുന്ന ക്രോബാർ എടുത്തുകൊണ്ട് പോയി നമുക്ക് ആ പലകയും പൊളിക്കാം. നമുക്ക് ഗണ്ണ് ലോഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഗൈസ്. ഇവിടെ കൊണ്ടുവിടാം ഗൈസ്. ഇപ്പം ഗ്രാനി എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാകും ഗൈസ്. ഓ പറന്ന് മിന്നൽ പോലെ ഗൈസ് ഇന്നോട്ട് വരും ഗൈസ്. ഗൈസ് നമ്മൾ ക്രോബാർ അവിടെ ഇട്ട്, അതാണ് ഇതായിരിക്കുന്നത്. ഇത് നമുക്ക് മണ്ടക്ക ശരി ആവശ്യമുള്ള ഇത് മണ്ടയ്ക്ക് ഇറക്കട്ടെ. കാരണം ഗൈസ് മണ്ടക്കത്തെ ആ ഒരു ഇത് പൊളിക്കാൻ വേണ്ടിയാണ് നമുക്കിത് ആവശ്യമുള്ളത്. ഇനി നമുക്ക് വേണ്ടി ഇലക്ട്രിക് വണ്ടി ചെയ്യണം. ഞാൻ നോക്കട്ടെ. പിന്നെ നമുക്ക് ആ ഗേറ്റ് പുള്ളി ചെയ്യാൻ ആ ഒരു ലിവർ വേണം. ഇത് വേണ്ട നമുക്ക്. നമുക്കിനി മേന്ന് വണ്ടേ പോകാം ഗൈസ്. വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ പോവാം. വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകാം ഗൈസ്. ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് തുറന്നിട്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ, സാൻഡ് വീൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്പാപ്പനായിട്ട് ഇന്ന് നമ്മൾ പൊട്ടിക്കും ഗൈസ്. അതാണ്ട് വെപ്പൺ കീ ഇവിടെ ഇരിപ്പുണ്ട്. വാ, അപ്പാപ്പന് നല്ല ഭാഗ്യം അപ്പാപ്പ.
എൻ്റെ ചക്കര മോൻ നല്ല മോനാ. എൻ്റെ ചക്കരയ്ക്ക് നല്ല ഭാഗ്യം ഗൈസ്. നല്ല കിളവന് വട്ട കേസ്. ഇത് ഇവിടെ പാട്ടിലൊക്കെ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഇനി അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടത് ഈ മറ്റേ ഹാൻഡ് വീൽ തിരിച്ചാൽ ആ ഒരു ഗേറ്റ് ഓപ്പൺ ആവും. ഓക്കെ, ഈ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ വയർ കട്ടർ ഇവിടെ ഇട്ടുണ്ട്. ആ വയർ കട്ടർ വെച്ചാൽ കറണ്ട് പോകും. പിന്നെ ഈ പാട്ടിലൊക്കെ എടുത്തെന്നു വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ കേസ് കാര്യം. അല്ല ഞാൻ ഈ കീ വെച്ച് തന്നെ കാണിക്കും. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കീ വെച്ച്. പക്ഷേ കേസ് നമുക്ക് അപ്പാപ്പൻ ഇങ്ങനെ വട്ടം കൽപ്പിച്ചാൽ തോക്ക് കൊടുക്കാനാണ്. ഞാൻ ഇങ്ങനെ റഷ് ചെയ്ത് പോകാത്ത നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ കാരണം വെച്ചാൽ ഇപ്പോൾ അപ്പാപ്പൻ അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് തോക്കെടുക്കാൻ പോയെന്ന് വെച്ചോ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പം വന്നു കഴിഞ്ഞാൽ മുടിഞ്ഞെന്ന് പറഞ്ഞാൽ കേസ് മുടിഞ്ഞ്. അതാ കേസ് ഞാൻ അങ്ങനെ പോകാത്തത് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അങ്ങനെ പോകാത്തതാണ് കേസ്. കാരണം സെൻസിറ്റിവിറ്റി പകുതിയാക്കാം കേസ്. ഓക്കെ കേസ്, ശരിയും കൂടെ കുറയ്ക്കാം. ശകലവും കൂടെ ഇല്ലെങ്കിൽ ഇത് മതി. അപ്പാപ്പ ഇങ്ങി വാ, എനിക്കൊരു സമ്മാനം കൂടെ തരണേ വന്നേ അപ്പാപ്പ. എടാ നശിച്ചവൻ എന്തൊട്ട് വാള കളപ്പട്ടി. കിളവനെ ചക്കരമോനെ ഞാനിവിടെ ICU വാ. ഞാൻ ICU കാണിച്ചു തരാം. ഞാൻ നിന്നെ ICUലാക്കി തരാം. വാ എൻ്റെ പുറകെ വരണേ. നമുക്ക് കള്ളനും പോലീസും കളിക്കാം. പക്ഷെ അപ്പാപ്പൻ്റെ പോലീസ് പടി ഉള്ളല്ലോ. എന്നാ ചെയ്യും? പട്ടസൻ ഹെഡ് ഷോട്ട്. കഴുത്ത് അപ്പാപ്പൻ്റെ പോയിരിക്കുന്നു കേസ്. ഇനി നമ്മുടെ ഈ പാഡ്ലോക്ക് എടുത്ത് നമുക്കിനി എല്ലാം വേദന ചെയ്യണം കേസ്. നമുക്ക് അപ്പാപ്പൻ്റെ ലാസ്റ്റ് പൊട്ടിക്കണം കേസ്. പൊട്ടിക്കാൻ പോകുമ്പോൾ നമ്മൾ വടിയാവും കേസ്. എനിക്ക് ആ വിശ്വാസമില്ല കിളവനെ. അതുകൊണ്ട് ഞാൻ കിളവനെ ലാസ്റ്റ് പൊട്ടിക്കുന്നില്ല തൽക്കാലം. നമ്മൾ രക്ഷപ്പെട്ട് കേസ്, അത് വേറെ കാര്യം. നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ പ്ലെയർ ഇട്ടേ. കട്ടിങ് പ്ലെയർ എടുത്ത് കൊണ്ടുപോയി. ഗസ് പിന്നെ ഇല്ലേ ഒരു യൂട്യൂബർ ചോദിച്ചു ഈ ഡോർ ലോക്ക് ഇല്ലേ, ഡോർ ലോക്ക് ഇത് ശരിക്കും നമ്മൾ എന്നാത്തിനാണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ വൂൾസാർ എന്നാണ് ഇപ്പോൾ ആ ഒരു യൂട്യൂബറിൻ്റെ പേര്. ഗൈസ് എല്ലാവരും ആ യൂട്യൂബറെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ അത്. ഗൈസ് എല്ലാവരും ആ യൂട്യൂബറെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ഇപ്പോൾ 50K അടിച്ചിട്ടുണ്ട്. ആ യൂട്യൂബർ എന്നെ ചോദിച്ചാണ് ഈ ഒരു ആ യൂട്യൂബർ ഗ്രാൻഡ് വിളിച്ചപ്പോൾ ചോദിച്ചാൽ ഇത് ഇതെന്നാത്തിനാണ് ഡോർ ലോക്ക്. ഈ ഡോർ ലോക്ക് എന്നാത്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാൻഡിനെയും ഗ്രാൻഡ് പെനറ്റ് കളിക്കുമ്പോൾ അട്രാക്റ്റ് ചെയ്തില്ലേ ഒരു താഴത്തെ ഒരു ഇത് വെച്ച് നമ്മൾ മുള്ളിൻ്റെ ഒരു വാതിൽ വെച്ച് കാണിച്ചു തരാതാണ് ഗൈസ്. ഈ ഒരു മുള്ളിൻ്റെ വാതിലും വെച്ച് അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡോർ ലോക്ക് ഇവിടെ കൊണ്ടുവച്ചാൽ ഗ്രാനിക്കും ഗ്രാൻഡപ്പയ്ക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. ഒരിക്കലും ഇനി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. അതാണ് അതിൻ്റെ ഉപകാരം ഗൈസ്. അങ്ങനെ രക്ഷപ്പെടാൻ കിളവാ കൊച്ചുമാൻ രക്ഷപ്പെട്ട്. ഓക്കെ നമ്മളങ്ങനെ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു ഗൈസ്. സാധാരണ ഗൈസ് ആ ഡോർ ലോക്കിന് ഉപകാരം ഇത് അറിയാത്തവർക്ക് ആണ് ഗൈസ് പറഞ്ഞു തന്നേക്കുന്നത്. ഓക്കെ അവിടെ കിളവൻ നോക്കുന്നുണ്ട് ഗൈസ്. കിളവൻ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ പോയി. ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. എന്നാൽ ബൈ ബൈ.